ഭക്തന്മാരോടുള്ള സ്നേഹമല്ല ഇത് കാപട്യമാണ് സർക്കാരിന്, കൃത്യമായ കാപട്യമാണ്. നമുക്കറിയാം, ശബരിമലയിലെ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരാരാ? ഈ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെ, പോകുന്നവർ മാത്രമല്ല, ശബരിമലയിലെ വിശ്വാസികളെ, പൊതു സമൂഹത്തെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരാണ് വേദനിപ്പിച്ചത്. എന്തായിരുന്നു ആ രംഗങ്ങൾ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശബരിമലയിലേക്ക് നിർബന്ധമായി രണ്ടുപേരെ കൊണ്ടുവന്ന് അവരെ അകത്തോട്ട് കയറ്റുക. എന്തൊക്കെ നാടകങ്ങളായിരുന്നു! ഞാനവിടെ ഒരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നതായിരുന്നു. ആ പരിപാവനമായിട്ടുള്ള പൂങ്കാവനവും പുണ്യഭൂമിയും പമ്പയും ഒക്കെ തന്നെ ശരണം വിളിക്കാൻ മുഖരിതമാക്കേണ്ട ആ അന്തരീക്ഷത്തെ കലാപഭൂമിയാക്കി മാറ്റിയവരല്ലേ ഇവര്? അത് വെല്ലുവിളിച്ചവരല്ലേ? അത് കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 18നാണ് അത് സംഭവിച്ചത്. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ബുദ്ധി വെച്ചിരിക്കുന്ന ഇലക്ഷൻ തൊട്ട് മുമ്പ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇത് വെറും ശുദ്ധമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കാപട്യമാണ്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുന്ന TA കൊടുക്കാൻ പാടില്ല, ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നിരുന്നു. ഇവരൊന്ന് ഹൈക്കോടതിയിൽ ഒരു കാര്യം പറയും, അത് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കും. സർക്കാരിന്റെ പരിപാടി എല്ലാ ദിവസം പോലും നടത്തുന്നു പറയും, സർക്കാർ തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്, സർക്കാരിനെ ഒത്താശയുണ്ട്. സത്യം അവിടെ പോലും കള്ളം പറയല്ലേ ചെയ്യുന്നത്, ഇതിൽ പോലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യം അവർ ചെയ്യേണ്ടത് ആ കാണാതെ പോയിട്ടുള്ള സ്വർണം കണ്ടുപിടിക്കട്ടെ. വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഏറ്റവും വലിയ സംഭവമല്ലേ? ശബരിമലയ്ക്ക് വേണ്ടി കാണിക്കായി കിട്ടുന്ന സ്വർണം പോലും സൂക്ഷിക്കാൻ ഇവിടെ കഴിയുന്നില്ല. അതാദ്യം തിരിച്ചു കൊടുക്കും.